കിതാബുൽ ഫിഖ്. കിതാബുൽ ഫിഖിലെ രണ്ടാമത്തെ പാഠം അൽ മിയാഹ്. മിയാഹ് എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പൊ നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ രണ്ട് ചിത്രങ്ങളും നോക്കൂ, വ്യത്യാസം തിരിച്ചറിയൂ. എന്താണ് ഇവിടെ രണ്ട് ചിത്രത്തിലുള്ള വ്യത്യാസം? എന്താ? ഒന്ന് നല്ല വെള്ളമാണ്, ഒന്ന് ചായയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കളർ കൊണ്ട്. അപ്പൊ രണ്ട് ചിത്രങ്ങളും വെള്ളത്തിന്റെ വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് ബാക്കി വായിച്ചിട്ട് മനസ്സിലാക്കാം. രണ്ട് ചിത്രങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? ഒന്ന് ശുദ്ധമായ വെള്ളമാണ്, മറ്റൊന്ന് ചായയാണ്. ഇങ്ങനെ പലതരം വെള്ളം നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ പലതരം വെള്ളം നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാതരം വെള്ളവും കുളിക്കാനും വൃത്തിയാക്കാനും ഉപയോഗിക്കാറില്ലല്ലോ. നമുക്ക് ചുറ്റും പലതരം വെള്ളങ്ങളുണ്ട്. അതെല്ലാം നമ്മള് കുളിക്കാനും വൃത്തിയാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ അത് ഏതൊക്കെ തരം വെള്ളമാണ് നമ്മള് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത് എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. വെള്ളം മൂന്ന് വിധമാണ്. വെള്ളം മൂന്ന് വിധമുണ്ട്. ഒന്ന് തുഹൂർ, ഒന്ന് തുഹൂറായ വെള്ളം. തുഹൂർ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. എന്താണ് തുഹൂറ്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമാണ്. മഴവെള്ളം, പുഴവെള്ളം, കിണറിലെ വെള്ളം, കടലിലെ വെള്ളം, അതൊക്കെ ഉദാഹരണമാണ്. ഉദാഹരണങ്ങള് മഴവെള്ളം, പുഴവെള്ളം, കിണറിലെ വെള്ളം, കടൽ വെള്ളം. ഇതൊക്കെ എന്താണ്? അതൊക്കെ സ്വയം ശുദ്ധിയുള്ളതാണ്. അത് ഉപയോഗിച്ച് നമുക്ക് മറ്റൊന്ന് ശുദ്ധിയാക്കാനും പറ്റും. അങ്ങനെയുള്ള വെള്ളത്തിനാണ് തുഹൂർ എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ വെള്ളം തോഹിർ. രണ്ടാമത്തത് തോഹിർ. തോഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്ന് ശുദ്ധിയാക്കാൻ പറ്റാത്തതും. സ്വയം ശുദ്ധിയുള്ളതാണ്, പക്ഷെ അതുകൊണ്ട് മറ്റൊന്ന് ശുദ്ധിയാക്കാൻ പറ്റൂല. അതായത് തേങ്ങാവെള്ളം ശുദ്ധിയുള്ളത് കൊണ്ടല്ലേ നമ്മൾ കുടിക്കുന്നത്. എന്നാ തേങ്ങാവെള്ളം കൊണ്ട് നമ്മൾ ഒതു കൊടുക്കുവോ? കുളിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് തോഹിറും തുഹൂറും തമ്മിലുള്ള വ്യത്യാസം. തോഹിർ ശുദ്ധിയുള്ളതാണ്, എന്നാൽ അതുകൊണ്ട് മറ്റൊന്ന് ശുദ്ധിയാക്കാൻ കഴിയില്ല. ഉദാഹരണം നോക്കൂ. തേങ്ങാവെള്ളം, കഞ്ഞിവെള്ളം, നാരങ്ങാവെള്ളം, ജ്യൂസ്, ചായ, ഇങ്ങനെയുള്ള നമ്മൾ കുടിക്കുന്ന വെള്ളങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ശുദ്ധിയുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മൾ കുടിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് മറ്റു ശുദ്ധീകരണത്തിനൊന്നും പറ്റൂല. അപ്പൊ ഉദാഹരണം മനസ്സിലാക്കുക. കഞ്ഞിവെള്ളം തുഹൂറാണോ തോഹിറാണോ എന്ന് ചോദിച്ചാലോ നമുക്ക് പറയാൻ കഴിയണം അത് തോഹിറാണ്, തോഹിറായ വെള്ളമാണ്. എന്നാ മഴവെള്ളം തുഹൂറാണോ തോഹിറാണോ? മഴവെള്ളം തുഹൂറാണ്, അത് സ്വയം ശുദ്ധിയുള്ളതാണ്. മറ്റൊന്ന് ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്നതുമായ വെള്ളമാണ് തുഹൂർ. അപ്പൊ രണ്ടും നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഉദാഹരണങ്ങളൊക്കെ വന്നാലേ നമുക്ക് എഴുതാനും പറയാനൊക്കെ കഴിയണം. അടുത്ത മൂന്നാമത്തെ വെള്ളം ഏതാണ്? നജസ്. നജസ് അതെന്താണ്? സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ് നജസ്. നജസ് കലർന്ന വെള്ളങ്ങൾ ഉണ്ടാവും, അത് സ്വയം ശുദ്ധി ഇല്ലാത്തതാണ്. എന്നാൽ അതുകൊണ്ട് നമുക്ക് മറ്റൊരു ശുദ്ധീകരണത്തിനും പറ്റൂല, കുടിക്കാനും പറ്റൂല, ഒന്നിനും പറ്റൂല. അത് നജസായ വെള്ളമാണ്. അപ്പൊ മനസ്സിലാക്കുക എന്താണ് നജസ് എന്നത്. ഉദാഹരണം നോക്കൂ. മൂത്രം, ലഹരി ദ്രാവകം. മൂത്രം നജസാണ്, അത് ശുദ്ധിയില്ലാത്തൊരു വെള്ളമാണ്. എന്നാൽ അതുകൊണ്ട് ഒന്നും ശുദ്ധിയാക്കാനും പറ്റുകയില്ല. ഒരു ബക്കറ്റില് തുഹൂറായ വെള്ളം എടുത്തു വെച്ചു. അതിൽ അല്പമായാലോ ആ തുഹൂറായ വെള്ളവും നജസായ വെള്ളമാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. എന്നാൽ നല്ല തുഹൂറായ വെള്ളത്തിൽ അല്പം നാരങ്ങാ വെള്ളം കലർന്നു. ആ വെള്ളം എന്തായി? അത് തോഹിറായ വെള്ളമായി. തുഹൂറായ വെള്ളത്തിൽ നാരങ്ങാ വെള്ളം കലർന്നാല് അത് തോഹിറായി. തുഹൂറായ വെള്ളത്തിൽ നജസായ വെള്ളം
മൂത്രം, ലഹരി ദ്രാവകം അങ്ങനെ എന്തെങ്കിലും കലർന്നാല് അത് നജസായി. അപ്പൊ അതുകൊണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങള് മനസ്സിലാക്കണം. ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തഅ്മൽ എന്ന് പറയുന്നു. ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. ഉദാഹരണം മനസ്സിലാക്കുക. ഇതിലിവിടെ തന്നിട്ടില്ല, എന്നാലും മനസ്സിലാക്കുക. നിസ്കാരത്തിൽ വുളൂഇൽ മുഖം കഴുകല് ഫർലാണ്. ആ ഫർലിന് നമ്മൾ മുഖം കഴുകിയ വെള്ളം താഴെ ഒരു ബക്കറ്റിൽ ശേഖരിച്ച് ആ വെള്ളം പിന്നെ ഒരു ശുദ്ധീകരണത്തിനും പറ്റുകയില്ല. അത് മുസ്തഅ്മലായ വെള്ളമാണ്. ഫർലിൽ ഉപയോഗിച്ച വെള്ളത്തിന് എന്ത് പറയുന്നു? ഫർലിൽ ഉപയോഗിച്ച വെള്ളത്തിന് മുസ്തഅ്മൽ എന്ന് പറയും. വുളൂഇൽ മുഖം കഴുകിയ വെള്ളം എന്ത് വെള്ളമാണ്? വുളൂഇൽ കൈ കഴുകിയ വെള്ളം എന്ത് വെള്ളമാണ്? വുളൂഇൽ കാൽ കഴുകിയ വെള്ളം, അതൊക്കെ മുസ്തഅ്മലായ വെള്ളമാണ്. ഫർലായ കുളി, നിർബന്ധമാക്കപ്പെട്ട കുളിക്ക് വേണ്ടി ഉപയോഗിച്ച വെള്ളം, അതൊക്കെ മുസ്തഅ്മലായ വെള്ളമാണ്. അപ്പൊ ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തഅ്മൽ എന്ന് പറയുന്നു. അപ്പൊ അത് നന്നായി മനസ്സിലാക്കുക. വെള്ളം 3 ഇനമാണ്: തൊഹൂറ്, ത്വാഹിറ്, നജസ്. തൊഹൂറ്, ത്വാഹിറ്, നജസ്. എന്നാൽ മുസ്തഅ്മല് ഫർലിൽ ഉപയോഗിച്ച വെള്ളത്തിന് പറയുന്ന പേരാണ് മുസ്തഅ്മല്. അത് മനസ്സിലാക്കുക. ഇനി വെള്ളവും ഉപയോഗവും. തൊഹൂറായ വെള്ളം നാം എന്തിനൊക്കെ ഉപയോഗിക്കും എന്നതാണ്. വുളൂ ചെയ്യുക, കുളിക്കുക, വൃത്തിയാക്കുക, കുടിക്കുക മുതലായ ആവശ്യങ്ങൾക്കൊക്കെ നാം തൊഹൂറായ വെള്ളം ഉപയോഗിക്കും. തൊഹൂറായ വെള്ളം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? വുളൂ ചെയ്യാനും കുളിക്കാനും വൃത്തിയാക്കാനും കുടിക്കാനുമെല്ലാം നമ്മള് തൊഹൂറായ വെള്ളം എടുക്കുന്നു. ഇനി ത്വാഹിറായ വെള്ളം. ത്വാഹിറായ വെള്ളം കുടിക്കാൻ നമ്മൾ ഉപയോഗിക്കും. ഇവിടെ കുടിക്കാനാണ് നമ്മൾ ത്വാഹിറായ വെള്ളം ഉപയോഗിക്കുക. അപ്പൊ കുടിക്കുക. പിന്നെ എന്തും കൂടെ നമുക്ക് പറയാം, ശുചീകരണം അല്ലാത്ത ആവശ്യങ്ങൾക്കൊക്കെ നമ്മള് കഞ്ഞിവെള്ളം കുടിക്കാനും മറ്റു പല ആവശ്യങ്ങൾക്കൊക്കെ നമ്മള് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതുണ്ട്. നമ്മള് ഡ്രസ്സിലൊക്കെ കഞ്ഞിവെള്ളം, കഞ്ഞി മുക്കുന്ന പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അതൊക്കെ എന്താണ്? ശുദ്ധിയുള്ളതാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുക. ത്വാഹിർ എന്നാൽ കുടിക്കുക, ശുചീകരണം അല്ലാത്ത മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക. അതായത് കുളിക്കാനും വുളൂ ചെയ്യാനും നമ്മള് വീട്ടില് തുടയ്ക്കാനും അങ്ങനത്തെ നമ്മളിത് ത്വാഹിറായ വെള്ളം ഉപയോഗിക്കൂല എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി നജസ് ഉപയോഗിക്കാൻ പാടില്ല. നജസ് കലർന്ന വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. നജസ് കലർന്ന വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ വെള്ളം 3 ഇനം. അതിന്റെ ഉപയോഗങ്ങള് തുഹൂറ്, ത്വാഹിറ്, നജസ്. ഉപയോഗങ്ങള് വുളൂ ചെയ്യുക, കുളിക്കുക, ത്വാഹിറ് കുടിക്കുക, നജസ് ഉപയോഗിക്കാൻ പാടില്ല. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. തദ്രിബാത്ത് എന്താ വന്നത്? നമുക്ക് വേർതിരിച്ചെഴുതാം. തൊഹൂറ്, ത്വാഹിറ്, നജസ്. അപ്പൊ ഇവിടെ കടൽ വെള്ളം എന്താണ്? കടൽ വെള്ളം തൊഹൂറ്. അപ്പൊ നമുക്ക് അത് ഇവിടേക്ക് എഴുതാം. അപ്പൊ നമുക്ക് അവിടെ 1 അവിടേക്ക് എഴുതാം. 2 ജ്യൂസ് എന്താണ്? ത്വാഹിറാണ്. അപ്പൊ 2 എഴുതാം. അവിടേക്ക് എടുത്ത് എഴുതാം ത്വാഹിർ എന്ന്. കള്ള് എന്താണ്? നജസാണ്. അപ്പൊ നമുക്കവിടെ 3 എഴുതാം. 3ലേക്ക് അത് എടുത്ത് എഴുതാം. പിന്നെ നാരങ്ങാവെള്ളം ത്വാഹിർ 4 എഴുതി കൊടുക്കാം. നാരങ്ങാവെള്ളം ത്വാഹിർ. മൂത്രം എന്താണ്? നജസാണ്. അപ്പൊ 5 നമുക്ക് അവിടെ എഴുതിയെടുക്കാം. അപ്പൊ കടൽ വെള്ളം തൊഹൂറ്, കള്ള് നജസ്, മൂത്രം നജസ്, ജ്യൂസ് ത്വാഹിർ, നാരങ്ങാവെള്ളം ത്വാഹിർ. അപ്പൊ അത് മനസ്സിലാക്കാം. പിന്നെന്താ? നിർവചിക്കാം. എന്താണ് തൊഹൂറ്, ത്വാഹിർ, നജസ് എന്ന് ഇവിടെ എഴുതണം. എന്തായിരുന്നു തൊഹൂറ്? പാഠബുക്കിൽ ഇവിടെ നോക്കുക. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും തൊഹൂറ്. ഒന്നാമത്തത് തൊഹൂറിന്റെ അവിടെയൊക്കെ എഴുതാം. അടുത്തത് ത്വാഹിർ. ത്വാഹിർ എന്താ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ്. അപ്പൊ അത് അവിടെയൊക്കെ എഴുതാം. അടുത്ത നജസ്. നജസ് എന്താണ്? സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ്.
സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. അപ്പൊ അത് 3 അവിടേക്ക് എഴുതുക. അടുത്ത എന്താണ്? യോജിച്ചത് ചേർക്കണം, യോജിച്ചവയോട് ചേർക്കണം. തൊഹൂർ, തൊഹൂർ എന്താണ് ഇതില്? മഴവെള്ളം. അപ്പൊ നമുക്ക് അതിലേക്ക് വരച്ചു കൊടുക്കാം. തോഹിർ, തോഹിർ കഞ്ഞിവെള്ളം. നജസ്, നജസ് എന്താണ്? ലഹരി ദ്രാവകം. മുസ്തഅമല് ഫർലിൽ ഉപയോഗിച്ച വെള്ളം, ഫർലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം, ഫർലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാം. അപ്പൊ അതൊക്കെ ഇവിടൊക്കെ എത്തുമ്പോൾ എല്ലാവരും തൊഹൂറും തോഹിറും നജസും മുസ്തഅമലൊക്കെ എന്താന്ന് പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് പാഠബുക്കിൽ പോയി നോക്കാതെ തന്നെ നമുക്ക് ഇതൊക്കെ അടയാളപ്പെടുത്താൻ കഴിയും. തൊഹൂറ് മഴവെള്ളം, തോഹിറ് കഞ്ഞിവെള്ളം, നജസ് ലഹരി ദ്രാവകം, മുസ്തഅമല് ഫർലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം. അപ്പൊ അതെന്തായാലും എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഈ പാഠത്തോടെ നമ്മൾ എന്താണ് തൊഹൂറായ വെള്ളം, തോഹിറായ വെള്ളം, നജസായ വെള്ളം, മുസ്തഅമലായ വെള്ളം ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ പാഠമായ മിയാഹ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.